ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് കുറച്ച് നല്ല നല്ല വേർഡ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നത് ഇതുമല്ല, ഇതിൽ കൂടുതൽ കുറച്ച് വാക്കുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനുശേഷം ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് മാറ്റുന്നത്, എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് മാറ്റുന്നത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞു നോക്കുക, ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക, ശരിയാണോ നോക്കുക. അതിലൊരു ടൈം തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ആൻസർ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ അതിൻ്റെ ആൻസർ അപ്പോൾ തന്നെ കാണിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത വാക്കിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ 6-7 വാക്കുകൾ ഈ വീഡിയോയിൽ എത്ര 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരു നഷ്ടമാവില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിലോട്ട് നമ്മൾ സംസാരിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലുവൻസിയിലോട്ട് എത്താൻ കഴിയും. അപ്പോൾ സമയം കളയാതെ ആദ്യത്തെ വാക്കിലേക്ക് തന്നെ പോകാം. ഈ ഒരു വാക്ക് നോക്കൂ, ശരീരം മൊത്തം നല്ല വേദനയുണ്ട്. ശരീരം മൊത്തം നല്ല വേദനയുണ്ട് എന്ന് നമ്മൾ പറയാറുള്ള വാക്ക് തന്നെയാണ്, എപ്പോഴും പറയാറുള്ള വാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് സ്വന്തമായി മാറ്റാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ശരീരം മൊത്തം നല്ല വേദനയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് മൈ വോൾ ബോഡി ഈസ് റിയലി ഹാർട്ടിങ്. മൈ വോൾ ബോഡി, ശരീരം മൊത്തം എന്നത് മൈ വോൾ ബോഡി എന്നാണ്. എൻ്റെ ശരീരം എന്ന് എൻ്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരീരം മൊത്തം നല്ല വേദനയുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈ വോൾ ബോഡി ഈസ് റിയലി ഹാർട്ടിങ്. നല്ല വേദനയുണ്ട്, റിയലി ഹർട്ടിങ് എന്നതാണ് വേദന എന്നതിന് അർത്ഥം. അപ്പോൾ റിയലി ഹാർട്ടിങ്, മൈ വോൾ ബോഡി ഈസ് റിയലി ഹാർട്ടിങ് എന്നാണ് ഇതിന് ശരിയായത് അർത്ഥം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നിന്നെക്കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു വാക്ക് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാക്ക് തന്നെയാണ്. നിന്നെക്കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു വാക്ക് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു 10 സെക്കൻഡ് എടുത്ത് നിങ്ങൾ ഈ വാക്കും ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഈ നിന്നെക്കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ദർ ഈസ് നോ യൂസ് ടെലിങ് യു എനിത്തിങ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ചില സമയത്ത് നമുക്ക് സോഫ്റ്റായി പറയുകയാണെങ്കിൽ ഇറ്റ്സ് പോയിന്റ്ലെസ് എക്സ്പ്ലെയിനിങ് തിങ്സ് ടു യു എന്നും പറയാം. ദർ ഈസ് നോ യൂസ്, ദേഷ്യത്തോടെ പറയുകയാണെങ്കിൽ ദർ ഈസ് നോ യൂസ് ടെലിങ് യു എനിത്തിങ് എന്നും പറയാം. നമ്മുടെ സന്ദർഭം അനുസരിച്ച് നമുക്ക് ഈ 2 വാക്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ദർ ഈസ് നോ യൂസ് ടെലിങ് യു എനിത്തിങ്, എന്നെക്കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദർ ഈസ് നോ യൂസ് ടെലിങ് യു എനിത്തിങ്. അല്ലെങ്കിൽ ഇറ്റ്സ് പോയിന്റ്ലെസ് എക്സ്പ്ലെയിനിങ് തിങ്സ് ടു യു. ഇത് ഒരു പോയിന്റും ഇല്ലാത്ത കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇറ്റ്സ് പോയിന്റ്ലെസ് എക്സ്പ്ലെയിനിങ് തിങ്സ് ടു യു അല്ലെങ്കിൽ ദർ ഇസ് നോ യൂസ്, ഒരു ഉപയോഗവും ഇല്ല എന്നോട് പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വാക്ക് നോക്കാം. ഇവിടെ ഈ വാക്ക് നോക്കൂ, വേണ്ടാത്തൊന്നും പറയല്ലേ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാക്കാണ്. ഇത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഒരു 10 സെക്കൻഡ് എടുത്ത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഡോണ്ട് സേ അൺനെസറി തിങ്സ് എന്നാണ് ഈ ഒരു മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് മീനിങ്. അപ്പോൾ ഇത് നമ്മൾ സ്ട്രോങ് ടോണിൽ പറയുമ്പോൾ ഡോണ്ട് ടോക്ക് നോൺസെൻസ് എന്ന് പറയാം. ഇത് സോഫ്റ്റായി പറയുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ സംസാരിക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഡോണ്ട് സേ അൺനെസറി തിങ്സ്, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ എന്ന് പറയുന്നത് ഡോണ്ട് സേ അൺനെസറി തിങ്സ്. ഒരു കോപിക്കാതെ തന്നെ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഡോണ്ട് സേ അൺനെസറി തിങ്സ് എന്ന് പറയാം. പക്ഷേ കുറച്ചും കൂടി സ്ട്രോങ് ആയി പറയുകയാണെങ്കിൽ ഡോണ്ട് ടോക്ക് നോൺസെൻസ് എന്ന് പറയാം. ഡോണ്ട് ടോക്ക് നോൺസെൻസ്, വേണ്ടാത്തൊന്നും പറയല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു മലയാളം വേർഡ് ഇംഗ്ലീഷിലോട്ട് മാറ്റി നോക്കാം. നിനക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വെറും തമാശയായി തോന്നും എന്നൊരു വാക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റി നോക്കൂ. ഒരു 10 സെക്കൻഡ് എടുത്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. To you all this sounds like just a joke. To you all this sounds like just a joke. അപ്പോൾ നിനക്ക്, ടു യു, ആൾ ദിസ് സൗണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെയെന്ന് ആൾ ദീസ് സൗണ്ട്സ് ലൈക്ക് ജസ്റ്റ് എ ജോക്ക്, വെറും തമാശയായി തോന്നും. ടു യു, നിനക്ക്, ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾ ദീസ് സൗണ്ട്സ് ലൈക്ക് ജസ്റ്റ് എ ജോക്ക്, വെറും തമാശയായി തോന്നും. അപ്പോൾ അത് വേറെ രീതി പറയുകയാണെങ്കിൽ ദിസ് മേ സീംസ് ലൈക്ക് എ ജോക്ക് ടു യു, അല്ലെങ്കിൽ ടു യു ആൾ ദീസ് സൗണ്ട്സ് ലൈക്ക് ജസ്റ്റ് എ ജോക്ക്. ദിസ് മേ സീംസ് ലൈക്ക് എ ജോക്ക് ടു യു, അങ്ങനെയും പറയാം. ദിസ് മേ സീംസ് ലൈക്ക് എ ജോക്ക് ടു യു.
ഒരു ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. ഇത് നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു തമാശയാണ് തോന്നുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യനാക്കി ചോദിക്കുമ്പോൾ ദിസ് മേ സീംസ് ലൈക്ക് എ ജോക്ക് ടു യു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോടെ എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ദിസ് മേ സീംസ് ലൈക്ക് എ ജോക്ക് ടു യു എന്ന് പറയാം. അല്ലെങ്കിൽ ടു യു ഓൾ ദിസ് സൗണ്ട്സ് ലൈക്ക് ജസ്റ്റ് എ ജോക്ക് എന്ന് പറയാം. അപ്പോൾ ഇനി അടുത്തൊരു മലയാളം വേർഡ് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. നീ ഒത്തിരി മാറിപ്പോയി, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. നീ ഒത്തിരി മാറിപ്പോയി, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത് എന്നൊരു വാക്ക് നമുക്ക് ഇംഗ്ലീഷിട്ട് മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് പറഞ്ഞു നോക്കൂ, മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കി ഇത് ശരിയാണോ എന്ന് നോക്കൂ. ആദ്യം ഒരു 10 സെക്കൻഡ് എടുത്ത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. You have changed a lot. I didn't think you were like this. You have changed a lot. I didn't think you were like this. നീ ഒത്തിരി മാറിപ്പോയി. You have changed a lot. You have changed a lot. I didn't think you were like this. ഞാൻ ഒരിക്കലും കരുതിയില്ല, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. അല്ലെങ്കിൽ I didn't think you were like this. അല്ലെങ്കിൽ വേറൊരു സെൻറ്റൻസ് നോക്കാം. യു ആർ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു ആർ. ഞാൻ വിചാരിച്ച ഒരാളെ അല്ല നീ എന്നൊരു വാക്ക് ഇമോഷണലായി പറയുമ്പോൾ ഇങ്ങനെയാണ്. ഈ സ്ട്രോങ് ഇമോഷണൽ വിഷമത്തോടെ പറയുമ്പോൾ യു ആർ നോട്ട് ദ പേഴ്സൺ ഐ തോട്ട് യു ആർ. ഞാൻ വിചാരിച്ച ഒരാളല്ല നീ അങ്ങനെ പറയാം. അല്ലെങ്കിൽ യു ഹാവ് ചേഞ്ച്ഡ്. നീ ഒത്തിരി മാറിപ്പോയി, ഞാൻ മുമ്പ് നല്ല ഒരാളായിരുന്നു, ഇപ്പോൾ നീ ഒത്തിരി മാറിപ്പോയി. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വർ ലൈക്ക് ദിസ്. ഞാൻ ഇങ്ങനെയല്ല നിന്നെക്കുറിച്ച് കരുതിയത്. അപ്പോൾ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വർ ലൈക്ക് ദിസ്. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഐ ഡിഡിൻറ്റ് തിങ്ക് യു വർ ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെയൊരു വാക്ക് നമ്മൾ സാധാരണ ലൈഫിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഇംഗ്ലീഷിലിട്ട് പറഞ്ഞ് ശീലിച്ച് നോക്കുക. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഇന്ന് പണിക്ക് പോയില്ലേ? നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്ന് പണിക്ക് പോയില്ലേ എന്നൊരു വാക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ എന്നാണ് ഇന്ന് പണിക്ക് പോയില്ലേ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ എന്നാണ് പറയേണ്ടത്. ഇന്ന് പണിക്ക് പോയില്ലേ? യു ഡിഡിൻറ്റ് ഗോ ടു വർക്ക് ടുഡേ. അപ്പോൾ ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക്. ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറയാറില്ലേ? ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക്. ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക് എന്ന ഈ വാക്ക് ഒന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റി നോക്കൂ. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. നീ ആദ്യം ഇതൊന്ന് കണ്ടു നോക്ക്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതൊന്ന് നോക്ക്. ആദ്യം നീ ഒന്ന് കണ്ടു നോക്ക്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. അല്ലെങ്കിൽ വേറെ വാക്ക് ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫാസ്റ്റ്. അത് സ്പോക്കൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി പറയുമ്പോൾ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ് എന്ന് പറയണം. അത് സാധാരണ ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്ന കൂട്ടുകാരോട് സംസാരിക്കുന്ന രീതി പറയുകയാണെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫാസ്റ്റ്. ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫാസ്റ്റ് എന്നാണ് പറയേണ്ടത്. ആദ്യം നീ ഇതൊന്ന് കണ്ടു നോക്ക്. യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഫാസ്റ്റ്. അല്ലെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഫാസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ. അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ എന്നൊരു വാക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ മാറ്റി നോക്കൂ. ഹോ നോ. അയ്യോ എന്നത് ഹോ നോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ. ഹോ നോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ. ഹോ നോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ എന്നാണ് പറയേണ്ടത്. ഐ കാൺട്ട് ഹാൻഡിൽ, എനിക്കിത് കഴിച്ച് എന്നെ കൊണ്ടത് പറ്റത്തില്ല. ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ. ഹോ നോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ. ഹോ നോ എന്നത് അയ്യോ എന്ന വാക്കിന് നമ്മൾ പറയുന്ന പോലെ പറയാം. ഹോ നോ എനിക്ക് പറ്റില്ല. അയ്യോ ഹോ നോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ. എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കൊണ്ടൊന്നും വയ്യ. അയ്യോ എനിക്കിത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ. ഹോ നോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ. അറ്റ് ഓൾ എന്നത് എന്നെ കൊണ്ട് ഒന്നും ദിസ് അറ്റ് ഓൾ, ഈ ഒരു കാര്യം എന്നെ കൊണ്ടൊന്നും മൊത്തമായിട്ട് ചെയ്യാൻ കഴിയില്ല. അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ. അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ എന്നത് ഹോ നോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് അറ്റ് ഓൾ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നീ എന്താ എന്നോട് മിണ്ടാത്തേ? നീ എന്താ എന്നോട് മിണ്ടാത്തേ എന്ന് പറയാറില്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്, പലരോടും ചോദിക്കാറുണ്ട്, കൂട്ടുകാരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റുക? നീ എന്താ എന്നോട് മിണ്ടാത്തേ? ഒന്ന് പറഞ്ഞു നോക്കൂ. വൈ ഡോണ്ട് യു ടോക്ക് ടു മീ. വൈ ഡോണ്ട് യു ടോക്ക് ടു മീ എന്നാണ് പറയേണ്ടത്. നീ എന്താ എന്നോട് മിണ്ടാത്തേ? വൈ ഡോണ്ട് യു ടോക്ക് ടു മീ. നീ എന്നോട് വൈ ഡോണ്ട് യു ടോക്ക് ടു മീ. എന്താ നീ എന്നോട് മിണ്ടാത്തേ? ഡോണ്ട് യു ടോക്ക് ടു മീ. മിണ്ടാത്തേ, എന്നോട് മിണ്ടാത്തേ. ഡോണ്ട് യു ടോക്ക് ടു മീ. വൈ ഡോണ്ട് യു, നീ എന്താ. വൈ ഡോണ്ട് യു ടോക്ക് ടു മീ. നീ എന്താ എന്നോട് മിണ്ടാത്തേ. നീ എന്താ എന്നോട് മിണ്ടാത്തേ. വൈ ഡോണ്ട് യു ടോക്ക് ടു മീ. വൈ ഡോണ്ട് യു കം ടു സീ വിത്ത് മീ.
ലൈക്ക് അങ്ങനെ നമുക്ക് സെൻറ്റൻസ് ഇതൊന്നും തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നീ എന്താ വന്ന് കാണാത്തത്, അപ്പോൾ വൈ ഡോണ്ട് യു ടോക്ക് ടു വിത്ത് മീ, അത് എന്നോട് നീ എന്താ മിണ്ടാത്തേ, അങ്ങനെ പല വാക്കുകളും പറഞ്ഞ് നമ്മൾ ശീലിച്ച് ഈ പറഞ്ഞ് ശീലിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പല ഇംഗ്ലീഷ് വേർഡ്സുകളും ഇത് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അടുത്ത ഓരോ വാക്കും നമ്മൾ ഫ്ലുവൻറ്റിലേക്ക് മാറുന്നത്. വൈ ഡോണ്ട് യു ടോക്ക് ടു മീ, നീ എന്താ എന്നോട് മിണ്ടാത്തേ. വൈ ഡോണ്ട് യു ചാറ്റ് വിത്ത് മീ, നീ എന്താ എന്നോട് ചാറ്റ് ചെയ്യാത്തത്. വൈ ഡോണ്ട് യു കം ടു സീ മീ, വൈ ഡോണ്ട് നീ എന്താ എന്നെ അന്ന് കാണാത്തത്. അങ്ങനെ പലതും പറഞ്ഞ് നോക്കി ശീലിക്കുക. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. നീ അത് അത്ര കാര്യമാക്കണ്ട എന്ന് പറയാറില്ലേ, നീ അത് അത്ര കാര്യമാക്കണ്ട എന്നത് നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ. അതെങ്ങനെ പറയാം? നീ അത് അത്ര കാര്യമാക്കണ്ട. ഒരു 10 സെക്കൻഡ് എടുത്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്നാണ് പറയേണ്ടത്. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി, നീ അത് അത്ര കാര്യമാക്കണ്ട. ഡോണ്ട് ടേക്ക് ഇറ്റ് എന്നത് നീ അത് എന്നത് ഡോണ്ട് ടേക്ക് ഇറ്റ്, നീ അത് അത്ര കാര്യമാക്കണ്ട അല്ലെങ്കിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അപ്പോൾ നീ എന്ന വാക്ക് എന്നോട് ഒരാളോട് പറയുന്നത്, അപ്പോൾ അയാളോട് പറയുകയാണ്, അപ്പോൾ നീ എന്ന വാക്ക് യൂസ് ചെയ്യുന്നു. അപ്പോൾ മലയാളത്തിൽ നീ എന്നത് ഇംഗ്ലീഷിൽ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം അത് ഒരാൾ പറയുന്ന വാക്ക് തന്നെയാണ്, തൊട്ടടുത്തുള്ള ആളോട് പറയുന്ന വാക്കാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്ന സിമ്പിളായിട്ട് പറയുകയാണത്. അപ്പോൾ ഡോണ്ട് ടേക്ക് ഇറ്റ്, യു ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്നും പറയാം, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്നും പറയാം. നീ അതത്ര കാര്യമാക്കേണ്ടത് കറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഡോണ്ട് ടേക്ക് ഇറ്റ്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരാൾ നേരിട്ടൊന്നും പറയുകയാണ്, അപ്പോൾ അയാൾക്ക് തന്നെയാണ് അത് കേൾക്കുന്നത്, അതുകൊണ്ട് യു എന്ന വാക്ക് അപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല മലയാളം വേർഡ്സുകൾ, ഡെയിലി യൂസ് ചെയ്യുന്ന മലയാളം വേർഡ്സുകൾ ഇംഗ്ലീഷോട്ട് മാറ്റി നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയത്തും സന്ദർഭങ്ങളിലും നമ്മൾ മലയാളം വേർഡ്സിന് പകരം നമുക്ക് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാൻ നമുക്ക് തോന്നും. അത് അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് മാത്രമേ നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ഇത് വളരെ ഒരു ഉപയോഗമുള്ള ഒരു കാര്യമായി തീരും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല വേർഡ്സുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.